ഫൈനലി ഫങ്ഷൻ വീഡിയോ എത്തിയിട്ടുണ്ട്. കുറച്ച് ആളുകൾ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. കുറച്ച് പേരെന്നോട് ഈ വീഡിയോ ചോദിച്ചായിരുന്നു കേട്ടോ, ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടും ഫങ്ഷൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ എന്ന്. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സൊക്കെ ഉള്ളൂ കേട്ടോ. അതിൽ ചിലർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്ന കാര്യം വിട്ടുപോയതാണ്. അങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ അതിൻ്റെ കാര്യം ഓർത്തത്. അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ എല്ലാവരും അവളുടെ വീട്ടിലേക്ക് എത്തി. ആദ്യം തന്നെ ദ്വാരപ്പ് ഉണ്ടായിരുന്നു. ദ്വാരപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഒരു വളകാപ്പ് ചടങ്ങ് പോലെയാണ് ഉദ്ദേശിച്ചത്, എന്നാൽ 7 മന്ത് സെറിമണിയും അത് രണ്ടും കൂടി ഒന്നിച്ചാക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തവും അനിയന് കൊടുക്കണം കേട്ടോ. അവനായിരുന്നു ഈ ഒരു ഫങ്ഷൻ മൊത്തത്തിൽ കളറാക്കിയത്. അവൻ്റെ പ്ലാനിങ്ങും അവൻ്റെ ആഗ്രഹം പോലായിരുന്നു അതാണ്ട് നമ്മൾ ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും കൂടി വന്ന് സ്വീറ്റ്സൊക്കെ കൊടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയായിരുന്നു ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫങ്ഷൻ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയാണ് കേട്ടോ തോന്നിയത്. എൻ്റെ പ്രഗ്നൻസി ജേണിയിലൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ താമസിക്കാതിടാം. മോനിപ്പോൾ 3.5 വയസ്സ് കഴിഞ്ഞു. എൻ്റെ 7 മന്ത് സെറിമണി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വീട്ടിനകത്ത് വെച്ചിട്ട് തന്നെ മറ്റേ പുളി, നാരങ്ങാട നീര് അതൊക്കെ നമുക്ക് വായി വെച്ച് തന്ന് അങ്ങനെ പലഹാരമൊക്കെ ആയിട്ട് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങുക, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ചെറിയൊരു ചടങ്ങേ ഉള്ളായിരുന്നു. ഇപ്പം ഞങ്ങളുടെ 4 പേരുടെയും കൂട്ടത്തിൽ ഇച്ചിരി കളറായിട്ട് ഫങ്ഷൻ നടന്നത് അവളുടെയാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ് കേട്ടോ അവൾ. അതുകൊണ്ട് ഞങ്ങൾ 4 പേരിൽ ഏറ്റവും ലാസ്റ്റ് താണാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ഫംഗ്ഷനും കുറച്ച് കളറാക്കുന്നത് അവളുടെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങൾ കളറാക്കാൻ ശ്രമിക്കാറുണ്ട് കൂടുതലും. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് വരുന്നതിൻ്റെ ഒരു ഭാഗമാണിത്. ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും വീഡിയോ നമുക്കിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിതിലൊരു ടൈം പരിമിതി ഉണ്ടല്ലോ, ആ ഒരു ടൈം വെച്ചിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവളും തിരിഞ്ഞു നോക്കാതെ പലഹാരമൊക്കെ ആയിട്ട്, പലഹാരമല്ലല്ലോ എന്തോ കുരുമുളകോ നല്ലെണ്ണയോ അങ്ങനെ എന്തൊരു സംഭവമാണ്, അതൊക്കെ ആയിട്ട് തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തേക്ക് വന്നു കേട്ടോ. ഇതൊരു പാടം പോലാണ്, ഒരു പുഞ്ച പോലാണ്, നല്ല രസമാണ്. മിക്ക ആളുകൾക്കും, നമ്മുടെ നാട്ടിലുള്ള മിക്ക ആളുകൾക്കും പരിചിതമായ ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോകാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങൾ 4 പേരും കൂടെ കൂടിയാലുണ്ടല്ലോ ഭയങ്കര രസമാണ്. ഇപ്പം ഇതിൽ സ്പെഷ്യലായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവളുടെ എന്ത് പ്രോഗ്രാം വന്നാലും മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും മുന്നിലുണ്ടാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.